വെൽക്കം ബാക്ക് ടു സൂപ്പർ സഖി വ്ളോഗ്സ്. എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ഫേസ് മാസ്ക് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് മാസ്ക് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ പഴം വെച്ചിട്ടുള്ള ഫേസ് പാക്കും അതുപോലെ ഫേഷ്യലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണുന്നതല്ല അതും പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇത് നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്നൊരു ഫേസ് മാസ്ക് ആണ്. അതായത് നിങ്ങൾ ഒറ്റ യൂസ് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ എല്ലാവരുടെ വീഡിയോയിൽ ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് കുറച്ച് ഐറ്റംസ് മാത്രം മതി. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു ഫേസ് മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇൻട്രോ എടുക്കുന്നത്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ചിലപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എന്തായാലും ഒട്ടും വൈകിപ്പിക്കേണ്ട, നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഈ ഒരു ഫേസ് മാസ്ക് തയ്യാറാക്കുന്നത് ആദ്യം തന്നെ നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഫേസ് മാസ്കിൽ പറയാനുള്ളത് നിങ്ങളുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആവാനും അതുപോലെ നിങ്ങളുടെ സ്കിൻ നല്ലൊരു ഫ്രഷ്നെസ് കിട്ടാനും അതുപോലെ എന്തെങ്കിലും പിഗ്മെൻറ്റേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് നല്ല ബ്രൈറ്റ്നെസ് ആയിട്ട് ഇരിക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് മാസ്ക് ആണ്. ഇപ്പോൾ നിങ്ങളുടെ ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ഫേസ് മാസ്ക് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കും കേട്ടോ. ഞാനിത് വെറുതെ പറയാതെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മെയിനായിട്ട് വേണ്ടത് നേന്ത്രപ്പഴമാണ്. അപ്പോൾ ഇതുപോലെ നല്ല കറുത്ത നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ കളയാൻ വേണ്ടി വെക്കില്ലേ, തൊലിയൊക്കെ കറുത്ത് കഴിഞ്ഞാൽ ആ പഴം എടുക്കുക കേട്ടോ. എന്നിട്ട് അത് ഇതുപോലെ ചെയ്യണമെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ നേന്ത്രപ്പഴം തന്നെ എടുക്കുക, വേറെ ഏത് പഴത്തേക്കാളും നല്ല നേന്ത്രപ്പഴമാണ്. അപ്പോൾ നന്നായി പഴുത്ത നേന്ത്രപ്പഴം എടുക്കുക. അതിനുശേഷം മിക്സിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാൻ തന്നെ നിങ്ങൾ മിക്സിയിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതുപോലെ തൊലിയൊക്കെ നന്നായിട്ട് കറുത്ത നേന്ത്രപ്പഴമൊക്കെ ആണെങ്കിൽ പല വീടുകളിലും അതവർ കളയൂല്ലേ. പക്ഷെ നിങ്ങൾ ഈ ഒരു മാസ്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ചുമ്മാ കളയല്ല. അപ്പോൾ അതെടുത്തിട്ട് നിങ്ങൾ ഇതുപോലെ സിമ്പിളായിട്ടൊന്ന് ഈ ഒരു മാസ്ക് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. കാരണം നല്ല പഴുത്ത നേന്ത്രപ്പഴം ആയതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലോട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം ചേർക്കുന്നത് അലോവേര ജെല്ലാണ്. അപ്പോൾ നിങ്ങളുടെ വീടുകളുണ്ടാകുന്ന നാച്ചുറലായിട്ടുള്ള അലോവേര ജെൽ ചേർക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്ന അലോവേര ജെല്ലാണെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പുറത്തുനിന്ന് വാങ്ങുന്ന അലോവേര ജെല്ലാണ് എടുത്തിരിക്കുന്നത്. നാച്ചുറലായിട്ടുള്ള അലോവേര ജെല്ല് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂണോളം അലോവേര ജെല്ല് നമ്മുടെ ഈ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ മിക്സിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഹോസ്റ്റലിലും അല്ലെങ്കിൽ പുറത്തൊക്കെ പോയിട്ട് നിൽക്കുന്നവർക്കൊക്കെ ഇപ്പോൾ നാച്ചുറലായിട്ടുള്ള അലോവേര ജെല്ല് കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ അവർക്കൊക്കെ വേണമെങ്കിൽ ഇതുപോലെ അലോവേര ജെല്ല് വാങ്ങിയിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ നാട്ടിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ എന്തായാലും നാച്ചുറലായിട്ടുള്ള അലോവേര ജെല്ലൊക്കെ കിട്ടും. അപ്പോൾ അവരാണെങ്കിൽ അതെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേനാണ്. അപ്പോൾ നമുക്കൊരു 1/2 ടേബിൾ സ്പൂണോളം നമുക്ക് തേൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടേതായ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിൽ നിങ്ങൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് നമ്മുടെ നേന്ത്രപ്പഴവും അതുപോലെ തന്നെ തേനും അലോവേര ജെല്ലും ഇത് മൂന്നും നല്ല എന്താണെന്ന് പറയുന്നത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതൊന്നും ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കാരണം മൊത്തം നാച്ചുറലായിട്ടുള്ള ഐറ്റംസാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളത് പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ നേന്ത്രപ്പഴത്തിൻ്റെ ഞാൻ മുമ്പ് ഫേസ് പാക്കിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ട്രൈ ചെയ്തെടുക്കും മനസ്സിലാവും കേട്ടോ. കാരണം അത് ട്രൈ ചെയ്ത് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാൻ നല്ല സോഫ്റ്റ് ആവാനൊക്കെ നന്നായിട്ട് സഹായിക്കും. ഇപ്പോൾ കുഞ്ഞു കുട്ടികളുടെയൊക്കെ സ്കിന്ന് കണ്ടിട്ട് നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കുന്നതൊക്കെ നമ്മൾ തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഫേസ് പാക്ക് ആണെങ്കിലും ഫേസ് മാസ്ക് ആണെങ്കിലും നമ്മുടെ സ്കിന്ന് അതുപോലെ നന്നായിട്ട് ഗ്ലോ ആയിട്ട് ഇരിക്കാൻ നന്നായി സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് എന്തായാലും പോയി ട്രൈ ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫേസ് പാക്കോ അല്ലെങ്കിൽ ഫേസ് മാസ്കോ ഏതാണ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നുന്നത് വെച്ചാൽ ട്രൈ ചെയ്ത് നോക്കിക്കോ കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. കാരണം നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നുള്ളൊരു പേടിയേ വേണ്ട. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് തേനാണ് കേട്ടോ. അപ്പോൾ തേനും അലോവേര ജെല്ലൊക്കെ ആണെങ്കിൽ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന പിമ്പിൾസ് ഉണ്ടാവില്ല, അപ്പോൾ അതിൻ്റെ മാർക്കൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ പോകാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന എന്ത് പിഗ്മെൻറ്റേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനൊക്കെ ആയിട്ട് നന്നായിട്ട് സഹായിക്കും കേട്ടോ. ഇപ്പം ചിലരുടെ ഫേസിൽ തേൻ ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തേനും യൂസ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. തേൻ്റെ പകരം അലോവേര ജെല്ലും ഈ നേന്ത്രപ്പഴത്തിൻ്റെ മിക്സ് മാത്രം മതി. ഇത് രണ്ടും മാത്രം യൂസ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ചിലർക്ക് തേന് പറ്റാത്തവരൊക്കെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തേന് യൂസ് ചെയ്യേണ്ട. അലോവേര ജെല്ലും നേന്ത്രപ്പഴത്തിൻ്റെ ഒരു മിക്സ് മാത്രമായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫേസിൽ അപ്ലൈ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. പിന്നെ നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഇപ്പോൾ ഫേസ് മാസ്ക് ആണെങ്കിലും ഫേസ് പാക്ക് ആണെങ്കിലും അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക കേട്ടോ. ഒന്നിന് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നോർമൽ വാട്ടറിൽ തന്നെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ഏത് പാക്ക് ആണെങ്കിലും മാസ്ക് ആണെങ്കിലും നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മാസ്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അത് കുറച്ചൊന്ന് ലൂസ് പോലെ ആയിരിക്കും. അപ്പോൾ കുറച്ച് മാത്രം എടുത്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ.
ഈ ഒരു ഫേസ് മാസ്ക് നിങ്ങൾക്ക് ഫേസിൽ മാത്രമല്ല കണ്ണിൻ്റെ ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വേറെ വല്ല പാക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലത് കണ്ണിൻ്റെ ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഇത് നമുക്ക് കഴുത്തിലും അതുപോലെ കണ്ണിൻ്റെ ചുറ്റുമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റിയ മാസ്ക്കാണ് കേട്ടോ. ഇത് ആദ്യം ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യുക. അങ്ങനെ റെസ്റ്റിന് വയ്ക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആവുന്ന പോലെ നമുക്ക് തോന്നും. അത് ഡ്രൈ ആയതിനു ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഒരു കോട്ടും കൊണ്ട് അതിൻ്റെ മേലെ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഫസ്റ്റ് കോട്ട് ഇട്ട് നന്നായി മസാജ് ചെയ്ത് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് അപ്പോൾ തന്നെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നമ്മൾ സെക്കൻഡ് കോട്ട് അതിൻ്റെ ഫേസിൽ അതിൻ്റെ മുകളിൽ തന്നെ ഒന്നും കൂടിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതൊരു ഫേസ് മാസ്ക് ആയതുകൊണ്ട് ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഫസ്റ്റ് കോട്ട് ഇട്ട് പിന്നെ നമ്മൾ സെക്കൻഡ് കോട്ടും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ സെക്കൻഡ് കോട്ടും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ഒരു 15 മിനിറ്റ് അത്ര വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നന്നായിട്ട് ഡ്രൈ ആവും. അപ്പോൾ ഒരുപാട് ഡ്രൈ ആകാൻ വേണ്ടി വെക്കേണ്ട, ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി. അതിനുശേഷം നോർമൽ വാട്ടറിൽ തന്നെ ഫേസ് വാഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 10 മിനിറ്റാണ് വെച്ചത്. നമ്മൾ നന്നായിട്ട് ഡ്രൈ ആവാൻ വേണ്ടി വെക്കേണ്ട കേട്ടോ. ഏകദേശം ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ തന്നെ അറിയാം നല്ല ഗ്ലോ ആയിട്ട് കേട്ടോ. ഒറ്റ യൂസ് തന്നെ നമുക്ക് റിസൾട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ കണ്ടോ നല്ല ഗ്ലോ, നല്ലൊരു ഫ്രഷ് ലുക്കാണ് നമുക്ക് കിട്ടുക ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ. ഞാൻ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കാരണം നമ്മളിതിൽ വേറെ കെമിക്കലൊന്നും നമ്മൾ ചേർത്ത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്ക് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഈ പാക്ക് അപ്ലൈ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് വീഡിയോയിൽ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കണ്ടോ ഇപ്പോൾ നന്നായിട്ട് പഴുത്ത പഴമൊക്കെ ഇപ്പോൾ തൊലിയൊക്കെ ഇത്തിരി കറുത്തിട്ടുണ്ടെങ്കിൽ ചിലർ ആ പഴമൊക്കെ എടുത്ത് കളയും. അപ്പോൾ അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ നിങ്ങൾ പാക്ക് അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. കേട് വന്ന പഴമല്ല കേട്ടോ, നല്ല ഫ്രഷ് ആയിട്ടുള്ള പഴം ഉണ്ടാവുമല്ലോ, നന്നായിട്ട് പഴുത്തിട്ട് നല്ല പഴുത്ത പഴമൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് വരും. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഒരു തവണയെങ്കിലും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്ക് ഈ ഒരു പാക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത നല്ലൊരു വീഡിയോ എടുക്കണം. അതുവരേക്കും ബൈ.